الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم وإياي نفسي أولا بتقوى الله ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ സ്നേഹനിധികളായ മാതാപിതാക്കളെ ഏറ്റവും പ്രിയപ്പെട്ട യുവാക്കളെ പ്രിയമുള്ള കുട്ടികളെ ജീവിതത്തിൽ ഉടനീളം അല്ലാഹുവിൻ്റെ കൽപ്പനകൾ അടങ്ങിയ ഖുർആനും പ്രവാചക സുന്നത്തിനെയും അനുധാവനം ചെയ്തും അനുസരിച്ചും വിചിന്തനം നടത്തിയും തഖ്വയുള്ളവരായി മരണം വരെ ജീവിക്കണമെന്നും എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. അതിന് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ആമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഇന്നും ചർച്ച ചെയ്യുന്ന വിഷയം ആത്മഹത്യയുമായി ബന്ധപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആനിൽ മനുഷ്യന്റെ മനസ്സിന്റെ നില തെറ്റിക്കഴിയുമ്പോൾ പല തരത്തിലുള്ള മാർഗങ്ങളും മനുഷ്യൻ സ്വീകരിക്കുമെന്നും ആ മാർഗങ്ങളിൽ താൻ തന്റെ ജീവിതത്തിൽ ഉണ്ടാക്കി വെച്ച ബാധ്യതകൾ ഒരു കയറിലോ ഒരു തുള്ളി വിഷത്തിലോ അവസാനിപ്പിച്ചാൽ അതോടെയെല്ലാം അവസാനിക്കുമെന്ന മൂഢമായ ചിന്തയാണ് മനുഷ്യർക്കുള്ളത്.
പരിശുദ്ധ ഇസ്ലാം പറഞ്ഞു, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, എല്ലാത്തിനും തുടക്കമാണ്. ആ മനുഷ്യൻ പോയി കഴിയുമ്പോ പിന്നെ സമാധാനം നഷ്ടപ്പെടുന്നത് ഭാര്യയ്ക്കും മക്കൾക്കും കുടുംബക്കാർക്കുമാണ്. അയാള് ജീവൻ അവസാനിപ്പിച്ചത് കൊണ്ട് പ്രശ്നങ്ങൾ തീരുന്നില്ല. അയാൾ ഉണ്ടാക്കി വെച്ച ബാധ്യത ഭാര്യയും മക്കളും വീട്ടണം. പല കാരണങ്ങളാണ് മനുഷ്യർക്ക് ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഉള്ളത്. മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട പഠനമനുസരിച്ച് കേരളത്തിൽ അങ്ങനെയുള്ള മരണങ്ങൾ ധാരാളമാണ്. വിശ്വാസികളായ നാം മനസ്സിലാക്കേണ്ടത്, പടച്ച റബ്ബ് എന്ന പിടിവള്ളി വിടാൻ പാടില്ല. അള്ളാഹുമായുള്ള ബന്ധം ഇല്ലാതെ കേവലമായ ഒരു ജീവിതത്തിലേക്ക് പോകുന്നവരാണ് പലപ്പോഴും ആ ചിന്തയിൽ അകപ്പെട്ടു പോകുക. മനഃശാസ്ത്രപരമായി ആത്മഹത്യക്ക് പല കാരണങ്ങളുണ്ട്. ആദ്യം കാരണം പറയാം. അതിലൊന്ന് ഇസ്ലാമികമല്ലാത്ത പ്രണയമാണ്. അവളുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കുക, ഇവൻ ചാകുക. ഇസ്ലാമികമല്ല പ്രണയം. ഇസ്ലാമിന്റെ പ്രണയം നിക്കാഹ് ചെയ്ത, മഹർ ചെയ്ത പെണ്ണിനോട് മാത്രമാണ്. ആ പ്രണയമാണ് സത്യസന്ധത. മറ്റുള്ള എല്ലാ പ്രണയങ്ങളും ഫിസിക്കലിയാണ്, ശരീരത്തിന് വേണ്ടിയാണെന്ന് ശാസ്ത്രം പറയുന്നു. ശരിയാണ്. രണ്ടാമത്തേത് കുടുംബ പ്രശ്നങ്ങളാണ്. നമുക്കിടയിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വിഷയമുണ്ടെങ്കിലും, സൂറത്തുൻ നിസാ നമ്മുടെ മുമ്പിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബി വന്നു. എൻ്റെ ഭാര്യയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടാണ് പരാതി പറഞ്ഞത്. നബി പറഞ്ഞു, ആ സ്വഭാവം ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ മറ്റൊരു സ്വഭാവം നിനക്ക് ഇഷ്ടപ്പെടുമല്ലോ, അതിൽ നീ അവളെ പ്രണയിക്കണം. നമ്മൾ അങ്ങനെയല്ല ജീവിക്കേണ്ടത്. മൂന്നാമത് ഇസ്ലാം പറയുന്നത്, മനഃശാസ്ത്രപരമായി പറയുന്നത്, അപമാനം. ചില ആളുകൾക്ക് ഇനി എന്തിന് ഞാൻ ജീവിക്കണം? ജാതിയുമായി ബന്ധപ്പെട്ട്, മതവുമായി ബന്ധപ്പെട്ട്, വംശതയുമായി ബന്ധപ്പെട്ട്, നിറവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ 2-3 കേസുകൾ കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ പറയുന്നില്ല. അപമാനം, അങ്ങ് മരിച്ചേക്കുക. നാലാമത്തേതാണ് സാമ്പത്തിക ബാധ്യത. അത് ഇസ്ലാം പറയുന്നു, നമ്മളാണ് വെള്ളമില്ലാത്തടുത്ത് മുങ്ങാൻ പോയത്. കടം വാങ്ങിയാൽ കൊടുക്കാൻ മാർഗമില്ലെങ്കിൽ വാങ്ങരുത്. നമ്മുടെ ആർഭാടങ്ങൾക്കും ആഡംബരങ്ങൾക്കും കൊണ്ട് തല കൊണ്ട് ബാങ്കിന് കൊണ്ട് വെച്ചു കൊടുത്തിട്ട് കെട്ടിത്തൂങ്ങി ചാകലല്ല ഇസ്ലാമിന്റെ മാർഗം. ഒരു ചെറിയ മുറിയും അടുക്കളയും ചെറിയൊരു വരാന്തയുമാണോ? അതാണ് സമാധാനം. അതല്ലാതെ ഭാര്യയും ഭർത്താവും 2 പിഞ്ചു മക്കളും, വീടോ 1800 സ്ക്വയർ ഫീറ്റ്. അപ്പൊ മുകളിൽ ആർക്കാണ്? അല്ല, അത് പിന്നെ എന്ത് പിന്നെ? പല വീടുകളും അങ്ങനെയാ. ബാങ്ക് ലോൺ എടുത്തിട്ട് ആ റൂം തുറക്കാറ് പോലുമില്ല, ഉപയോഗിക്കാൻ ആളില്ല. ആകെ 2 മക്കൾക്ക്, താഴെ 2 മുറിയും അടുക്കളയും ഉണ്ട്. പാപ്പയും ഒരു മുറിയില്, മക്കൾ വേറൊരു മുറിയിൽ. അപ്പൊ പിന്നെ അതങ്ങനെ പണിതിട്ടിരിക്കുകയാണ്. ചിന്തിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ കാർ വാങ്ങാത്ത ആളുകൾ, ഇത് ഒരു ആർക്കിടെക്റ്റുമായി ബന്ധപ്പെട്ട് വന്നൊരു ഇന്റർവ്യൂ ആണ്.
ജീവിതത്തിൽ കാറ് വാങ്ങാത്ത ആളുകൾ, ജീവിതത്തിൽ കാറ് വാങ്ങാൻ ഉദ്ദേശമില്ലാത്തവർ, ജീവിതത്തിൽ കാറ് ഓടിക്കാത്തവർ വീട് പണിതാൽ അവനുണ്ടാകും കാർ പോർച്ച്. എത്ര രൂപയാണ് അതിനോട് ചെലവാക്കുക? അപ്പൊ ആത്മഹത്യയുടെ പ്രധാന കാരണം സാമ്പത്തിക ബാധ്യതയാണ്, നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതാണ്. എന്താ വേണ്ടത്? അള്ളാഹു തന്നതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കണം. ജീവിച്ചേ പറ്റൂ. പ്രത്യേകിച്ച് ഭാര്യ സഹോദരിമാരോടോ പറയണത്, ഭർത്താവിന്റെ വരുമാനം 1000 ആണോ 200 ബാക്കിയാവണം, അല്ലാതെ 1100 ചെലവാക്കരുത്. വരുമാനം അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. പ്രത്യേകിച്ച് ഇക്കാലഘട്ടങ്ങളിൽ 1000വുമായി കടയിലേക്ക് പോയാൽ ബാക്കി ഒന്നും കാണില്ല. കാരണം അതാണ്. മറ്റൊരു കാരണമായി മനഃശാസ്ത്രം പറയുന്നത് പരീക്ഷാ തോൽവിയാണ്. എന്തിന്? ഒരു വിഷയം പോയാൽ എഴുതിയെടുക്കാമല്ലോ. ഇനി തോറ്റാൽ വീണ്ടും പഠിക്കാമല്ലോ. 10ാം ക്ലാസ് അവസാന പഠനമൊന്നുമല്ല, +2 അവന്റെ ജീവിതത്തിൽ അവസാന പഠനമൊന്നുമല്ല. ഒരുപാട് മേഖല. പരീക്ഷാ തോൽവിയിൽ മനം തൊന്ത് എന്തു മനം നോക്കാനാ? ജീവിതം അവസാനിപ്പിക്കുന്ന കുട്ടികൾ. പിന്നെയുള്ള മറ്റൊരു മാർഗമാണ് ചതിയും വഞ്ചനയും. പെട്രോളിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു, ഫിനാൻസുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന സഹോദരിമാര് മുതലാളി അറിയാതെ ആർക്കോ 75ഓളം പവൻ സ്വർണം മറിച്ചു കൊടുത്തു. ആ ഫ്രണ്ട്ഷിപ്പിന്റെ പേരില് അവസാനം കിട്ടാതെ വന്നപ്പോ അത് കൊടുത്ത ആളുകൾ 2 സ്ത്രീകൾ ആത്മഹത്യ ചെയ്തു. പത്രത്തിലെ വാർത്തയാണ്. ചതിയും വഞ്ചനയും. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ. മനഃശാസ്ത്രപരമായി 3 കാരണങ്ങളാണ് ഒരാൾ ആത്മഹത്യയിലേക്ക് നയിക്കുക. ചിന്ത നേരത്തെ ഉണ്ടാകും. അയാളുടെ മനസ്സിൽ ചിന്ത ഇങ്ങനെ ഉണ്ടാകും. ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ ഒറ്റപ്പെടും, ആരോടും മിണ്ടില്ല, ഭക്ഷണത്തോട് വെറുപ്പായിരിക്കും, ഭാര്യ നോക്കിയ റൂമിൽ തന്നെയായിരിക്കും. അയാളുടെ ചിന്ത ഇങ്ങനെയാ. എന്താ പരിഹാരം? 1, അയാളുടെ വേദന പറയാൻ തയ്യാറാകണം. 2, നമ്മളിത് കേൾക്കണം. ഇത് കേൾക്കാത്തതാണ് ഏറ്റവും വലിയ വിഷയം. കേൾക്കാൻ ആളില്ല. എത്ര കടമാണോ പരിഹരിക്കാം. നീ വിഷമിക്കുന്ന എന്തിനാണ്? കുടുംബ പ്രശ്നമാണോ നമുക്ക് പരിഹരിക്കാം. നീ തോറ്റോ നമുക്ക് എഴുതിയെടുക്കാമല്ലോ. അവന് ചേർത്ത് പിടിക്കണം. ഒരിക്കലും മാനസികമായി തളർന്ന ആളുകളെ ഖുർആൻ പറയുന്നു, ഓർത്തോ, മാനസികമായി തളർന്ന ആളുകളെ എഴുതി വെച്ചോണം. കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തരുത്. ഒന്നുകൂടി പറയാം. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. മാനസികമായി തകർന്ന ആളുകളെ, സാമ്പത്തികമായി പരാജയം വന്നവരെ സഹോദരിമാരോട് പറയുന്നു, ഗൾഫിൽ നിന്ന് വന്നു, ഉള്ള പണം കൊണ്ട് കട തുടങ്ങി, പരാജയം സംഭവിക്കാം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, കുറ്റപ്പെടുത്തരുത്, വേദനിപ്പിക്കരുത്, താങ്ങാൻ കഴിയില്ല, ചേർത്ത് പിടിക്കണം. ആ വരുന്ന മനുഷ്യൻ തന്റെ ലോൺ അടയ്ക്കാനില്ലാഞ്ഞിട്ട് ബാങ്കിൽ നിന്ന് വിളി കേട്ടിട്ടാ വന്നത്. ഉടനെ ഇവിടെ വരുമ്പോ ആ കത്തുന്ന തീയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ ഭാര്യമാര് തയ്യാറാവരുത്. ചേർത്ത് പിടിക്കണം. നമുക്ക് പരിഹരിക്കാം. നിങ്ങൾ എന്തിനാ വിഷമിക്കണത് എന്ന് പറഞ്ഞേ. ഇത് പറഞ്ഞു നോക്കിക്കേ. എന്തിനാ മോനെ നീ സങ്കടപ്പെടാണ്? നമുക്ക് എഴുതിയെടുക്കാം. ചെയ്യും തോൽവിയൊക്കെ ജീവിതത്തിൽ ഉണ്ടല്ലോ മോനെ. കുറ്റപ്പെടുത്തലല്ല, വിഷമമുണ്ടാകുന്ന വർത്തമാനങ്ങൾ പറയലല്ല. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കളെ
ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാർക്ക് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാർക്ക് വിജയം ഇല്ലാതെ വന്നാൽ മറ്റു മക്കളെ കമ്പയർ ചെയ്ത് സംസാരിക്കരുത്. അത് നമ്മുടെ മക്കൾക്ക് താങ്ങാൻ പറ്റില്ല. നിനക്ക് ഞാൻ ട്യൂഷൻ ഫീസ് തന്നില്ലേ, നിനക്ക് എന്തിന്റെ കുറവാണ് പറയരുത്. മക്കൾക്ക് താങ്ങാൻ പറ്റില്ല. നീ അവന്റെ കൂടെയല്ലേ പഠിക്കണത്, അവനെ കണ്ടുപഠി അല്ല, അവനെ കണ്ടു പഠിക്കണ്ട. അത് ഇസ്ലാം പറയണത്. നീയായിട്ട് പഠിച്ചാ മതി. പ്രിയമുള്ളവരെ, 3 കാരണങ്ങളാണ് ആത്മഹത്യക്കായി പറയുന്നത്. ഒന്ന്, മനസ്സിന്റെ നിയന്ത്രണം പരിപൂർണമായി വിട്ടുപോകുക. രണ്ടാമത്തേത്, താങ്ങാൻ പറ്റാത്ത ഭാരം. മൂന്നാമത്തേത്, നിരാശ. ഇനി എങ്ങനെ മുന്നോട്ട് പറയണം? പടച്ച തമ്പുരാനിന്റെ കൂടെയുണ്ട്, നീ മുന്നോട്ട് സഞ്ചരിക്കണം. മരണമല്ല അതിന്റെ വഴി, വിജയത്തിന്റെ വഴിയാണ്. അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. നമുക്ക് ഖുർആനിൽ ഒരു പ്രാർത്ഥന പരിശോധിക്കാം, ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ടാണ്. നമുക്കൊക്കെ അറിയാവുന്ന പ്രാർത്ഥനയാണ്. സൂറ അൽ-ബഖറ 286-ാമത്തെ വചനം, ഏറ്റവും അവസാനത്തെ വചനം ഏതാണ്? ആമന റസൂലുമാണ്. എല്ലാവർക്കും അറിയാം അല്ലേ? ആമന റസൂലിൽ കുറെ കാര്യങ്ങൾ പ്രാർത്ഥനയായി പടച്ചവൻ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു പോയിന്റാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ട് തരുന്നത്. എല്ലാവർക്കും അറിയാം. സമയം കിട്ടിയാൽ വീട്ടിൽ പോയിട്ട് അതിന്റെ പരിഭാഷ വായിക്കണം. ഒരു ഭാഗം പറയാം. ربنا ولا تحملنا ما لا طاقة لنا به. അവസാന ഭാഗം ശ്രദ്ധിച്ചോ? ഈ പ്രാർത്ഥനയുണ്ടോ നിരാശ ബാധിക്കില്ല. ഈ പ്രാർത്ഥനയുണ്ടോ മനസ്സിന് ഭാരം വരില്ല. ഈ പ്രാർത്ഥനയുണ്ടോ ആത്മഹത്യയിലേക്ക് നയിക്കില്ല. റബ്ബന, ഞങ്ങളുടെ നാഥ, വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി. പടച്ചവനെ, താങ്ങാൻ പറ്റാത്ത ഭാരം എനിക്ക് നീ തരല്ലേ. അർത്ഥം അതാണ്. നമ്മളൊക്കെ അമർ റസൂൽ ഓതുന്നവരല്ലേ? അർത്ഥമറിയണം. ഒരുപാട് കാര്യങ്ങൾ. റബ്ബന ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ റബ്ബന വലാ തഹമ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലൽ ലദീന മിൻ ഖബ്ലിനാ റബ്ബന വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി. താങ്ങാൻ പറ്റാത്ത, എന്റെ കുടുംബത്തിന് താങ്ങാൻ പറ്റാത്ത ഭാരം തരല്ല പടച്ചവനെ. ഉള്ളതുകൊണ്ട് ജീവിക്കാനുള്ള അവസ്ഥയുണ്ടാകണം. ഇനി അഥവാ എനിക്ക് തെറ്റുപറ്റിയാൽ, അടുത്ത വാക്ക്, എനിക്ക് അബദ്ധങ്ങൾ പറ്റിയാൽ എനിക്ക് മാപ്പ് നൽകണേ പടച്ചവനെ. വഗ്ഫിർ ലനാ, എന്നോട് പൊറുക്കണേ പടച്ചവനെ. വർഹംനാ, എന്നോട് കരുണ കാണിക്കണേ പടച്ചവനെ. അവസാനത്തെ വാക്ക്, അന്ത മൗലാന, നീയാണ് എന്റെ രക്ഷാധികാരി. എന്റെ പിടിപിടില്ല. മനസ്സിനെ നിയന്ത്രിക്കാൻ ഇതിൽ കൂടുതൽ പ്രാർത്ഥന എന്തിനാ മുഅ്മിനീങ്ങളെ? നിങ്ങൾക്ക് അറിയാവുന്ന രാമൻ റസൂലു അതിനകത്ത് ഒരു ടിപ്സ് കിടപ്പുണ്ട്, ഒരു മിറാക്കിൾ കിടപ്പുണ്ട്, ഒരു അത്ഭുതം കിടപ്പുണ്ട്, ഒരു പ്രാർത്ഥന. അന്ത മൗലാന, ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നത്? ഞാൻ എന്തിനാ ജീവിതം അവസാനിപ്പിക്കുന്നത്? ഞാൻ വരുത്തി വെച്ചതാ കടം, അത് ഞാൻ വീടും, അധ്വാനിച്ച് വീടും ഞാൻ. അന്ത മൗലാന, നീ എന്റെ മൗലാനയാണ്, നീ എന്റെ റബ്ബാണ് പടച്ചവനെ, നീ എന്റെ യജമാനനാണ്, എന്റെ രക്ഷാധികാരിയാണ്. ഞാൻ ജീവിതം അവസാനിപ്പിക്കൂല. ഇതാ പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ പ്രാർത്ഥന ഇന്നു മുതൽ പ്രാർത്ഥിച്ചോ. എല്ലാവർക്കും അറിയാം, ആർക്കും അറിയാത്തവരാരുമില്ല. പക്ഷേ ഉള്ളിനുള്ളിലേക്ക് ചെല്ലണം. ഇത് ഖുർആൻ പഠിപ്പിച്ചതാ. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പറഞ്ഞു, കടം, ലോണ് അടിമത്തമാണ്. എത്ര കൊടുത്താലും തീരില്ല. ഇനി നമ്മളെങ്ങാനും ഒരു EMI ഇട്ട് എന്തെങ്കിലും എടുത്താലോ
10 മാസമാണ്. 8ാമത്തെ മാസം മെസ്സേജ് വരും, നിങ്ങളുടെ സിബിൽ സ്കോർ സൂപ്പറാണ്, നിങ്ങൾക്ക് വേണോ 35,000, അപ്പൊ പൈസക്ക് ആവശ്യം ഇരിക്കുക, ഉടനെ ക്ലിക്ക് ചെയ്യും. അതിലൂടെ ഇങ്ങനെ കറങ്ങി 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 അധ്വാനിക്കുന്നത് മുഴുവനും ഹറാമിലേക്ക് പോകും. അത് നമ്മുടെയൊക്കെ അവസ്ഥ. ഇവിടെ സുഖാക്കുമാറാവട്ടെ. അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ, ജീവിതമാണ്, നാമായിട്ടൊന്നിനും എടുത്തു ചാടരുത്. അള്ളാഹു ഓരോരുത്തർക്കും ഓരോ അഭിരുചി കൊടുത്തിട്ടുണ്ട്, ഉപജീവന മാർഗം കൊടുത്തിട്ടുണ്ട്. വ്യത്യസ്തമാണ്. അള്ളാഹു തന്നതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കണം. ഭാര്യ പറയുമ്പോ പറയണം, കടമുള്ള വീട്ടിൽ കിടന്നുറങ്ങണോ പെണ്ണെ, അതോ കടമില്ലാതെ ബാങ്ക് ലോണില്ലാതെ സമാധാനത്തിൽ കഞ്ഞു കുടിച്ച് കിടക്കണോ? കഞ്ഞു കുടിച്ച് കിടന്നാ മതി, അൽഹംദുലില്ലാഹ്. അതാണ് മാർഗം. മറ്റുള്ളവന്റെ വീട് കണ്ടിട്ട് അതുപോലെ ആക്കാൻ ശ്രമിക്കല്ലേ. മറ്റുള്ളവന്റെ കല്യാണം കണ്ടിട്ട് ആ റുബാടത്തിലേക്ക് പോകരുത്. പടച്ചവൻ നിന്നെ പരീക്ഷിക്കും. കടമെടുത്താൽ 3-ന്റെ അന്ന് സുബഹി കഴിയുമ്പോൾ വീട്ടിൽ ആള് വരും, ഒരു ഫോൺ എടുക്കാതെയാകും. അഥവാ ഫോൺ എടുത്താ ഭാര്യ പറയും, വീട്ടിലുണ്ടാകും ഭർത്താവ്, ഇക്ക ഇവിടെ ഇല്ലല്ലോ, പുറത്തേക്ക് പോയി. കള്ളത്തരം പറയേണ്ടി വരും. പടച്ചവൻ കാക്കുമാറാവട്ടെ. ഖുർആൻ പറഞ്ഞു, പരിശുദ്ധ ഇസ്ലാം ആത്മഹത്യയെ വിരോധിച്ചു. എന്താ അതിന്റെ ശിക്ഷ? 4-ാം അധ്യായം സൂറ നിസാഇ 29-ാമത്തെ വചനം, വലാ തഖ്തുലു അൻഫുസകും, അറിഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കൊല്ലരുത്, ആത്മഹത്യ ചെയ്യരുത്. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു കാന ബിക്കും റഹീമ, അല്ലാഹു കാരുണ്യവാനാണ്. തെറ്റ് സംഭവിച്ചോ, മടങ്ങണം. നിന്റെ മനസ്സിന് നിരാശയുണ്ടോ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, മനസ്സ് ചാഞ്ചാട്ടമാണോ? സമാധാനമില്ലേ? പള്ളിയിലേക്ക് വരണം, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം, ഖുർആൻ ഓതണം, ദിക്ർ ചൊല്ലണം, അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മയുണ്ടാക്കണം. എന്ന് പറയണം, പടച്ചവനെ പെട്ടുപോയി, ഒരു മാർഗവുമില്ല, നീ സഹായിക്കണം. അല്ലാഹു സഹായിക്കും. റബ്ബിനോട് കരയാനും റബ്ബിനോട് പറയാനും തയ്യാറാണോ? എത്ര വലിയ മനസ്സിന്റെ ഭാരങ്ങളും ആ യജമാനനായ അല്ലാഹു താത്തുവെച്ചു തരും. ഉണ്ടാവണം തവക്കുലി. അതുകൊണ്ട് അല്ലാഹു കാരുണ്യവാനാണ്. നീ നിന്റെ ജീവിതത്തെ നശിപ്പിക്കരുത്. ആരെങ്കിലും അപ്രകാരം ആത്മഹത്യ ചെയ്താൽ, 4-ാം അധ്യായം സൂറ നിസാഇലെ 30-ാമത്തെ വചനം, അത് നിന്നോടും നിന്റെ കുടുംബത്തോടും സമൂഹത്തോടും സമുദായത്തോടുമുള്ള അതിക്രമമാണ് കേട്ടോ. നീ പോകുമ്പോ പിന്നെ ആരാ ദുഃഖം അനുഭവിക്കുന്ന? ഭാര്യ. അപവാദങ്ങൾ വേറെ, പോലീസ് അന്വേഷണം വേറെ. ആലോചിച്ച് നോക്കിയേ, ഒരാൾ പോയി കഴിയുമ്പോ എന്റെ കുടുംബം വെള്ളം കുടിക്കുന്നത്. എത്രയോ മയ്യത്തുകളാണ് ഖബറടക്കിയിട്ട് പൊക്കിയെടുത്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് റീപോസ്റ്റ്മോർട്ടം ചെയ്യുന്നതും അന്വേഷണം നടത്തുന്നത്. പടച്ചവൻ കാക്കുമാറാവട്ടെ. അങ്ങനെയുള്ള ചിന്തകൾ മനസ്സിലേക്ക് വേണ്ട. അല്ലാഹു തവക്കുൽ ചെയ്യുക, അല്ലാഹു തന്നതിൽ തൃപ്തിപ്പെടുക. പരാജയമാണോ? വിജയത്തിന്റെ പടികൾ വേറെയുണ്ട്. ഒരിക്കലും പടികൾ താഴത്തേക്കല്ല മുകളിലേക്കാണ്. ഒരു പടിയും താഴത്തേക്കല്ല മുകളിലേക്കാണ്. വീണ്ടും വീണ്ടും കയറാൻ പടച്ച തമ്പുരാൻ അവസരം തരുന്നുണ്ട്. അതുകൊണ്ട് നിരാശകൾ ബാധിക്കണ്ട. അല്ലാഹു പറഞ്ഞു, ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ അവനെ നാം നരകത്തിലിട്ട് കരിച്ചു കളയും. തീർച്ചയായും അത് അള്ളാഹ്ക്ക് എളുപ്പമാണ് കേട്ടോ. അതുകൊണ്ട് നിന്റെ മനസ്സിനെ അള്ളാഹുവിൽ കുടുക്കണം. പടച്ച തമ്പുരാൻ എന്ന ചിന്തയിലേക്ക് കൊണ്ടുവരണം. അള്ളാഹു എന്ന ചിന്തയിലേക്ക് നീ വരേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അത്തരം ചിന്തകൾ ആരുടെയെങ്കിലും മനസ്സിലേക്ക് വന്നാൽ അല്ലാഹു തആല അവന്റെ മനസ്സിൽ നിന്ന് ഈമാൻ ഊരിക്കളയും. ഹറമത്ത് അലൈഹിൽ ജന്ന, റബ്ബ് സുബ്ഹാനഹു വ തആല അവന് സ്വർഗ്ഗം ഹറാമാക്കും. ഇനി അങ്ങനെ വിഷമമുള്ള ആൾക്ക് എന്താ ചെയ്യേണ്ടത്? പരിഹാര മാർഗം എന്താണ്? ഇസ്ലാം പറഞ്ഞു, മാനസികമായി തളർന്ന ഒരാളെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കരുത്. രണ്ടാമത്തത്, അയാളെ പരിപൂർണമായി കേൾക്കണം. നമ്മൾ സമയം കണ്ടെത്തണം. കൗൺസിലിംഗ് അങ്ങനെയാണ്.
ഒരാൾ പറയുന്നത് മുഴുവനും കേൾക്കും, അതിനിടയിൽ അയാൾ വർത്തമാനം പറയില്ല. അതാണ് ഫാമിലി കൗൺസിലിംഗ്. അയാളെ കേൾക്കണം, എന്നിട്ട് പുറത്തു തട്ടണം. വിഷമിക്കണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇതിന്റെ സങ്കടങ്ങളൊക്കെ ഇല്ല ഇവിടെ, പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. എന്നിട്ട് അവനെ നിരന്തരം വിളിക്കണം, അവനെ നിരന്തരം കാണണം. ഒറ്റപ്പെടാൻ അനുവദിക്കരുത്. മനസ്സ് തളർന്നിരിക്കുകയാണ്, നീ എനർജി കൊടുക്കണം. ഇസ്ലാമിന്റെ വീക്ഷണമാണ്. എന്ത് പ്രശ്നമാണെങ്കിലും അത് പരിഹരിക്കാമെന്ന സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ വർത്തമാനം. മാർക്ക് കുറഞ്ഞു, വീട്ടിലേക്ക് വരുമ്പോ അടുക്കളയിൽ നിൽക്കുന്ന ഉമ്മ ഇങ്ങനെ ചാടിക്കടിച്ച് വർത്തമാനം പറയും. വാപ്പ ചെല്ലണം, ചേർത്ത് ഇങ്ങനെ പിടിക്കണം. വിഷമിക്കണ്ട മോനെ, നീ എഴുതിയെടുക്കാമല്ലോ. അതേ സമയത്ത് വാപ്പ കൂടെ കുറ്റപ്പെടുത്തിയാലോ, അവൻ നേരെ മുറിയിലേക്ക് കയറും, കഥ കടക്കും, കരയാൻ തുടങ്ങും. ആ കരച്ചിൽ പടച്ചവൻ കാക്കുമാറാവട്ടെ. സഹോദരിമാർ ശ്രദ്ധിക്കണേ. ഒരു മാർക്ക് കുറഞ്ഞു, ഒരു വിഷയം തോറ്റുപോയി, പരിഹാരമുണ്ടല്ലോ. നമ്മുടെ മക്കളല്ലേ, നഷ്ടപ്പെട്ട് കഴിയുമ്പോ മരണം വരെ കരയേണ്ടി വരും. അല്ലാഹു അത്തരം ചിന്തയിൽ നിന്ന് നമ്മയെല്ലാം കാക്കുമാറാവട്ടെ. ഒറ്റ മാർഗമേ ഉള്ളൂ. മക്കായിൽ നിന്ന് മദീനയിലേക്ക് പ്രവാചകൻ പോകുന്നു, ഹിജ്റ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനും സൗർ ഗുഹയിൽ കയറി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു നോക്കുമ്പോ ശത്രുക്കളെ കാൽപാദങ്ങൾ കാണുന്നു. സിദ്ദീഖുൽ അക്ബർ പറഞ്ഞ, നബിയേ, അവർ നമ്മളെ കണ്ടാൽ കൊന്നു കളയുമല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖുൽ അക്ബറിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, യാ അബൂബക്കർ, നമ്മൾ രണ്ടാളുമല്ല, മൂന്നാമനായി പടച്ചവനുണ്ട്. അതാണ് മോട്ടിവേഷൻ. ഒരാളും തകരില്ല. അബൂബക്കർ, എന്തിന് വിഷമിക്കണം, എന്തിന് പ്രയാസപ്പെടണം? നമ്മുടെ കൂടെ പടച്ചവനുണ്ട്, അവൻ വഴി കാണിക്കും. മൂസാ നബി അലൈഹിസ്സലാം ഫറോവയുടെ പിടുത്തത്തിൽ നിന്ന് നൈൽ നദിയുടെ മുമ്പിലേക്ക് എത്തി, ചെങ്കടലിലേക്ക് എത്തി. വിശ്വാസികൾ ചോദിച്ചു, അല്ല, എവിടെ അല്ലാഹു? നീ പറഞ്ഞാട്ടാ വിശ്വാസിയായത്? ദാ മുന്നിൽ കടലാണ്, പുറകിൽ ഫറോവയാണ്, എന്താ ചെയ്യുക? നിങ്ങൾ എന്തിനാ വിഷമിക്കണത്? അങ്ങനെ പറയല്ലേ. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും. അല്ലാഹ് പറഞ്ഞില്ല അടിക്കാൻ, വടി കൊണ്ട് അടിച്ചു. സമുദ്രം രണ്ടായി. മൂസാ നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടു. രക്ഷപ്പെടലിന്റെ മാർഗമാണ് പടച്ചതമ്പുരാൻ, അത് വിടരുത്. എല്ലാ മാർഗത്തിലുമുണ്ട്. അതുകൊണ്ട് നിരാശയിൽ നിന്ന് വിശ്വാസപരമായി, ഖുർആനികപരമായി നിർഭയത്വത്തിലേക്ക് മടങ്ങുക. അതാണ് ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗമെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ഏറ്റവും അവസാനമായി, ആത്മഹത്യ ചെയ്ത മുസ്ലിം മരിച്ചാൽ എന്താണ് വിധി? ആത്മഹത്യ ചെയ്ത ഒരു മുസ്ലിം, അയാൾ മരിച്ചു, എന്തു വേണം? ഹദീസ് ഞാൻ പറയുന്നില്ല, വിശാലമായ ഹദീസാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു, അയാൾക്ക് വേണ്ടി മയ്യിത്ത് നമസ്കരിക്കണം. പള്ളിയിലെ ഇമാമ് മാത്രം വിട്ടു നിൽക്കണം. എങ്ങനെ? ഒരു മയ്യത്ത് കൊണ്ടുവന്നു, ഞരമ്പ് മുറിച്ചാ മരിച്ചത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നമസ്കരിച്ചോ, എനിക്ക് നമസ്കരിക്കാൻ പറ്റില്ല. അതിന്റെ ഗൗരവം അറിയിക്കാനാണ്. അയാളെ കുളിപ്പിക്കണം, അയാളെ കഫൻ പൊതിയണം. മുസ്ലിമായ മനുഷ്യൻ മരിച്ചതുപോലെ തന്നെ അയാളെ ചെയ്യണം. അയാളെ ഖബറടക്കി കഴിഞ്ഞാൽ തസ്ബീഹുമായി ഓതണം. തർക്കമൊന്നുമില്ല. നിങ്ങൾ നിസ്കരിച്ചോ, അയാളെ കാഫിറായി മുദ്ര കുത്താൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. വളരെ ശ്രദ്ധിക്കണം. ചില ആളുകളുണ്ട്, അവൻ ആത്മഹത്യ ചെയ്തില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നമസ്കരിച്ചോ, ഞാൻ വിട്ടു നിൽക്കുന്നു. അതാണ് ഇസ്ലാമിന്റെ മാർഗം. ആ മാർഗമാണ് സ്വീകരിക്കേണ്ടത്. റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. വഅഖൂലു ഖൗലി ഹദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅസ്തഅഫീഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുഅ്മിനീന വൽ മുസ്ലിമീന അജ്മഈന വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. إن الحمد لله أصلي وأسلم على رسول الأنبياء والمرسلين والعاقبة للمتقين ولا عدوان إلا على الظالمين. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا
يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس أوصيكم وإياي ثانيا بتقوى الله പ്രിയമുള്ളവരെ ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ നിലനിർത്തി തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. ബഹുമാന്യരെ, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ഒരു ഗുണപാഠം പഠിപ്പിക്കുകയാണ്. എന്താ ഗുണപാഠം? ലാ യുൽദഉൽ മുഅ്മിൻ മിൻ ജുഹ്രി വാഹിദിൻ മർറതൈനി. ഒരു വിശ്വാസിയായ മനുഷ്യന് ഒരു മാളത്തിൽ നിന്ന് 2 തവണ പാമ്പ് കടിക്കില്ല. ഇത് മനസ്സിലായി? ഒന്നുകൂടി പറയാം. ഒരു കാര്യബോധമുള്ള മനുഷ്യന്, വിവേകമുള്ള മനുഷ്യന്, വിശ്വാസിയായ മനുഷ്യന് ഒരു മാളത്തിൽ നിന്ന് 2 തവണ പാമ്പ് കടിയേൽക്കില്ല. ഹദീസ. അതായത് ഒരാള് കടം വാങ്ങിച്ചിട്ട് പറ്റിച്ചെങ്കിൽ പിന്നെ കൊടുക്കരുത്. ഒരു സാമ്പത്തിക തട്ടിപ്പിൽ പെട്ടുപോയാൽ പിന്നെയും തലവെച്ചു കൊടുക്കരുത്. ഒരു അബദ്ധം സംഭവിച്ചാൽ വീണ്ടും അബദ്ധത്തിൽ പോയി ചാടരുത്. ഇവിടെ കാണാറില്ലേ, ഓരോ ഫേസ്ബുക്കിലൊക്കെ പരസ്യം വന്നിട്ട് ഹലാലായ കച്ചവടം, മറ്റേ കച്ചവടം, പൈസ ഇങ്ങനെ ഇട്ടുകൊടുക്കും, അവസാനം കാണാം അതുമായിട്ട് മുങ്ങി. എത്ര പഠിച്ചാലും മനസ്സിലാകാത്ത, കണ്ടാലും മനസ്സിലാകാത്ത മലയാളികളെ. റസൂലുള്ളാഹിന്റെ ഹദീസാണ്, ഒരു അബദ്ധം പറ്റിയാൽ, ഒരു അപകടത്തിൽ നീ വീണുപോയാൽ വീണ്ടും നീ അവിടെ കൊണ്ട് തലവെച്ച് കൊടുക്കല്ലേ. റസൂലുള്ളാഹിന്റെ ഹദീസാണ്. ഒരാൾക്ക് കടം കൊടുത്തു, വീട്ടാനുള്ള മാർഗമുണ്ട്, നമുക്കറിയാം. അല്ലെങ്കിൽ അധ്വാനിച്ച് വീട്ടണം. വിളിച്ചാൽ ഫോൺ എടുക്കില്ല, കണ്ടാൽ വഴക്കാകും. ആ അവസ്ഥയിൽ വീണ്ടും നീ ശ്രദ്ധിച്ചുകൊണ്ട് സാമ്പത്തികം കൈകാര്യം ചെയ്യണമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. നിങ്ങളൊക്കെ ബിസിനസ്സുകാരാണ്. നമ്മൾ അധ്വാനിക്കുന്ന പൈസ ആർക്കെങ്കിലും കൊണ്ട് കൊടുത്തിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് അവനെ വിളിച്ച് 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 അവസാനം മരണം വെട്ടി കാണുമ്പോൾ തെറിയും വിളിച്ച, പള്ളി കാണുമ്പോൾ ചീത്ത വിളിച്ചു പോകും. പാടില്ല, പക്ഷെ വിളിച്ചു പോകും. കാരണം എന്താ? ആ വിളിച്ച ഫോൺ എടുക്കില്ല. ഒക്കെ മനുഷ്യരവസ്ഥ എങ്ങനെയാ? വിളിച്ച ഫോൺ എടുക്കില്ല. അഥവാ എടുത്താൽ ഭാര്യ എടുത്ത് പറയും ഇക്കാക്കയില്ല, പുറത്തു പോയിരിക്കുക. പ്രിയമുള്ളവരെ, ഒരാളെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ട് ഇങ്ങനെ ചതിയും വഞ്ചനയും കാണിക്കരുത്. മാർഗമുണ്ടെങ്കിലേ വാങ്ങാവൂ. ഇല്ലെങ്കിൽ അയാളെ വിളിച്ചിട്ട് പറയണം ഇപ്പൊ മാർഗമൊന്നുമില്ല, സാമ്പത്തിക പ്രയാസമുണ്ട്, പ്രതിസന്ധിയുണ്ട്, ഞാൻ തരാം, എന്തെങ്കിലും മാർഗമുണ്ടാക്കാം. അയാളെ വിഷമം കൊണ്ടാണ് നിങ്ങളെ വിളിക്കണത്. അയാളെ പണം നിങ്ങൾക്ക് തന്നിട്ട് അയാളുടെ ആവശ്യം വരുമ്പോഴാണ് വിളിക്കണത്. ഫോൺ എടുക്കണം, എന്നിട്ട് സമാധാനത്തിൽ വർത്തമാനം പറയണം, അയാൾക്ക് ആശ്വാസം നൽകണം. നിങ്ങൾക്ക് ഞാൻ തരാം, ഇപ്പൊ മാർഗമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. ഒക്കെ അത് കേൾക്കുമ്പോൾ സമാധാനമാകും. അതാണ് ഇസ്ലാമിന്റെ മാർഗം. അതാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. ഒരബദ്ധം പറ്റിയാൽ 2ാമത്തെ അബദ്ധത്തിൽ നീ പോയി ചാടരുത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എഴുതി വെച്ചു. പ്രിയമുള്ളവരെ, പള്ളി പരിപാലനം ഓർമ്മയിൽപ്പെടുത്തുന്നു. മറ്റൊന്ന്, ലഹരിയുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ തൂഫാനുകൾ ആഞ്ഞടിക്കുകയാണ്. കേരളത്തിൽ വിദ്യാർത്ഥി സംഘടനയായ MSF ആ തൂഫാനുമായി ബന്ധപ്പെട്ട് ഇന്തിഫാ 2026 വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരിയെ തുരത്താനുള്ള ഒരു മാർഗവുമായി സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 12-ാം തീയതി ജൂലൈ 12 കാക്കനാട് പ്രിയദർശിനി ഹാളിലാണ് അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. വിദ്യാർത്ഥികൾക്കിടയിൽ ക്യാമ്പസുകളിൽ, മദ്രസകളിൽ, സ്കൂളുകളിൽ, അങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളിലും ലഹരിയുടെ അപകടങ്ങളെക്കുറിച്ച്, അതിൻ്റെ വിപത്തിനെക്കുറിച്ച്, അതുമായി ബന്ധപ്പെട്ട നാട് നശിക്കുന്ന ഗൗരവത്തെക്കുറിച്ച് അവരറിയിക്കാൻ പുറപ്പെടുകയാണ്. ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച ഫ്രീ ആണ്.
സമയമുണ്ടെങ്കിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്നും നിർബന്ധമായും മക്കളെ, കൗമാരക്കാരെ അതിൽ പങ്കെടുപ്പിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നീ പരിപൂർണ ശിഫ നൽകണേ റഹ്മാനെ. വയനാട് മണ്ണിടിച്ചിൽ മരിച്ച കുടുംബങ്ങൾക്ക് നീ സമാധാനം നൽകണേ റഹ്മാനെ, ക്ഷമ നൽകണേ റഹ്മാനെ. ആപത്ത് വെച്ചവർക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ. പടച്ചവനെ, അത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് എല്ലാ മനുഷ്യരെയും നീ കാക്കണേ റഹ്മാനെ. ഈ പള്ളിയെ സഹായിക്കുന്നവരെ, നിന്റെ പള്ളിയെ സഹായിക്കുന്നവനെ നീയും സഹായിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين. أقم الصلاة.